ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് മീ. എനിക്ക് ഒരു കെയർ താമസത്തിന് പോകാനുണ്ട് എൻ്റെ കസിൻ്റെ. അപ്പം അതിന് ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നതെന്ന് നിങ്ങളെ കൂടെ കാണിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ ഇടുന്നത് ഒരു ചുരിദാറാണ്. അപ്പോൾ അതിട്ടിട്ട് വരാം. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ അതേ മാറി വന്നൊരു യെല്ലോ ചുരിദാറാണ് ഞാൻ ഇടുന്നത്. അല്ലെങ്കിൽ ഒരു ഗോൾഡിഷ് യെല്ലോ ചുരിദാർ. അപ്പോൾ നമുക്ക് ഒരുക്കാൻ തുടങ്ങാം. ഞാൻ മാത്രമല്ല കയറി താമസത്തിന് ഞാനൊന്നും ഒരുങ്ങുന്നൊന്നുമില്ല. ഞാൻ ചുരിദാർ മാത്രമേ ഉള്ളൂ, അല്ലാതെ മുഖത്ത് സുനാവരി ഒന്നുമില്ല. അതൊന്നും ഒരുങ്ങി കഴിഞ്ഞിട്ട് അമ്മ കാണിക്കാം. അമ്മയുടെ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് കാണണം. അത് ഞാൻ കാണിക്കാം. ഞാനൊരു പൊട്ടും തൊടും ഒരു ചന്ദനവും തൊടും. പൗഡർ എടുത്തില്ലേ? ഇല്ല, പൗഡർ ഒന്നും ഞാൻ ഇടാറില്ല. ഇത്രേ ഉള്ളൂ എൻ്റെത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ട ഞാൻ ലാക്മിയുടെ 9 to 5 സ്കിൻ സ്റ്റൈലിസ്റ്റ് കളക്ഷൻ കുറേ നാളായി വാങ്ങിച്ചിട്ട് ഞാൻ പക്ഷേ ഇത് എപ്പോഴും യൂസ് ചെയ്യത്തില്ല. ഇതുപോലെ എന്തെങ്കിലും ഒരു ഒക്കേഷന് പോകുമ്പോൾ മാത്രം ഞാനിത് ഉപയോഗിക്കും. കണ്ടമാനം ഒന്നുമില്ല കേട്ടോ, തുള്ളി ഇടത്തുള്ളൂ. ഇല്ല കണ്ടോ, തീരാ പെട്ടെന്നൊരു കളറ് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പിന്നെ സൺസ്ക്രീനും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ സെപ്പറേറ്റ് അതൊന്നും പുരട്ടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ സൺസ്ക്രീൻ ഒന്നും പുരട്ടാറില്ല. ഇപ്പോൾ പോകുന്നിടത്തും സൺസ്ക്രീൻ പുരട്ടേണ്ട കാര്യമൊന്നുമില്ല. കണ്ടോ, ഫേസിന് പെട്ടെന്നൊരു ചേഞ്ച് വന്നില്ലേ, നല്ലൊരു നിറം വന്നില്ല, ഒരു ഗ്ലോ. അതിന് വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ പുറത്തൊരു ഇച്ചിരി പൗഡറും കൂടി ഇടും. ഞാൻ പോൺസിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡായിട്ടൊന്നുമില്ല, പോൺസാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് പോൺസ് ഉപയോഗിക്കുന്നു. പൗഡർ ഇട്ടു. പുട്ടി പരിപാടിയെല്ലാം കഴിഞ്ഞു. കണ്ട ഭയങ്കര പുട്ടിയിട്ട ഒരു എഫക്റ്റ് തോന്നും. പക്ഷെ നമ്മൾ പുട്ടിയിട്ടോ, പുട്ടിയൊന്നും ഇട്ടിട്ടില്ല. ഒരു ക്രീമും ശരി പൗഡറും മാത്രമാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കണ്ണുകട. കണ്ണിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് നിങ്ങളൊരു 10 പറയാനുണ്ട്. ഞാൻ ഇത് കണ്ടോ, ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് ഡയറക്റ്റ് സൈറ്റിൽ പോയി ഞാൻ 600 രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനമാണിത്. എൻ്റെ കമ്പനിയുടെ പേര് സോട്രൂ. നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരു സമയത്ത്. എല്ലാവരും ഭയങ്കരമാണ്, ഒരു സ്റ്റോക്ക് കറുത്ത നിറത്തിൽ കണ്ണ് വിട്ടു, അങ്ങനെ ഇങ്ങനെ മാടെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിതിൻ്റെ ഒരു ഐലൈനറും വാങ്ങിച്ചു, കാജൽ പെന്ന് വാങ്ങിച്ചു, മസ്കാര വാങ്ങിച്ചു. ഇത് മൂന്നും കൂടെ 630 അങ്ങനെ സംതിങ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് വേണ്ടി കിട്ടി. പിന്നെ ഒരു കട്ടർവെട്ടി ഉണ്ടായിരുന്നു, കാരണം ഇത് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഈ പറഞ്ഞതുപോലെ ഒന്നുമല്ല. ഇതിനകത്ത് ഈ പെൻസില് വാട്ടർ പ്രൂഫാണ്. പക്ഷേ എനിക്കിത് എഴുതി കഴിയുമ്പോഴും ഭയങ്കര ഡാർക്കായിട്ട് എഴുതുവാണെങ്കിൽ ഒരു സ്റ്റിക്കി ഫീൽ, കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ഒരു പശപശപ്പ് പോലെ എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫ് ഒന്നുമല്ല. പെരട്ടിയിട്ട് നമ്മൾ തൂത്ത പടരുമൊക്കെ തന്നെ ചെയ്യും. പക്ഷേ അവർ പറയുന്നത് സ്മച്ച് പ്രൂഫ് ആണെന്നൊക്കെയാണ്. സ്മച്ച് പ്രൂഫ് ഒന്നുമില്ല, പക്ഷേ വാട്ടർ പ്രൂഫാണ്. പക്ഷേ ഒരു സ്റ്റിക്കി ഫീലുണ്ട് ഒരുപാട് കെട്ടിക്ക് എഴുതി കഴിയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തതാണ്. എൻ്റെ ജെനുവിനായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ. ഞാനിത് ഇൻഫ്ലുവൻസസ് ചെയ്യുന്നത് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ മസ്കാര, ഇത് വാട്ടർ പ്രൂഫും അല്ല സ്മച്ച് പ്രൂഫും അല്ല. ഇത് ഞാൻ യൂസ് ചെയ്ത് ഞാൻ കേശു വന്നു. ഇത് ഞാൻ ഉപയോഗിച്ച് ജോലിക്ക് പോയപ്പോൾ മഴ പെയ്തു. മഴ നനഞ്ഞ് ഞാൻ ചെന്നപ്പോഴത്തേക്കിനും എൻ്റെ ഇവിടെ എല്ലാം മൊത്തം ഈ ഐലാഷിൻ്റെ ഒളിച്ചിറങ്ങി ഫുള്ള് മസ്കാര ഇറങ്ങിയായിരുന്നു. പക്ഷെ അപ്പോഴും കണ്ണിൻ്റെ താഴെ എഴുതിയത് പോയിട്ടില്ലായിരുന്നു. പിന്നെ ഐലൈനർ അത്യാവശ്യം വാട്ടർ പ്രൂഫാണ്. എന്ന് വെച്ചാൽ അങ്ങ് ലോങ് ലാസ്റ്റ് ചെയ്തൊന്നുമില്ല, ഇരിക്കും, അത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ണെഴുതാൻ പോകുന്നത്. അതിൻ്റെ മഞ്ഞ പോയി നമുക്കൊന്ന് ഷാർപ്പന എഴുതാം. യെസ്, കണ്ണെഴുതാം. കണ്ടോ, നല്ല കട്ടിയാണ് വരുന്നത്. കണ്ടോ, ഒറ്റ സ്ട്രോക്ക് ഇത്രയും കട്ടി കിട്ടും നമുക്ക്. പക്ഷെ ഒരുപാട് ഇനിയും കടിപ്പിച്ചാലാണ് എനിക്ക് ഞാൻ പറഞ്ഞ ആ പശപശപ്പ് ഫീൽ ചെയ്യുന്നത്. കണ്ടോ, നല്ലൊരു ലുക്കൊക്കെ കിട്ടും. പക്ഷേ ഇപ്പം എനിക്കില്ല, കാരണം ഞാൻ അത്രയും കട്ടിക്കല്ല എഴുതിയിരിക്കുന്നത്. ചെറിയൊരു വര മാത്രമേ ഉള്ളൂ. നല്ലപോലെ കടിപ്പിച്ചൊക്കെ എഴുതിയ ആ ഒരു ഒട്ടിപ്പെടുത്താൻ പോലെ ഫീൽ ചെയ്യും. ഞാനിതിനെ മണ്ടയ്ക്കും കൂടെ ഒക്കെ ഒന്ന് എഴുതി സെറ്റാക്കിയിട്ട് വന്ന് കാണിക്കാം. കണ്ണ് മേളിലും എഴുതി താഴെയും എഴുതി. ഇനി നമുക്ക് ഐലൈനർ എഴുതാം. എനിക്ക് മൊബൈൽ നോക്കി എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കി എഴുതിയിട്ട് നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഞാൻ കണ്ണ് മേളിൽ ഐലൈനർ എഴുതി. കണ്ടോ, ഇനി ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവുമല്ലോ മേക്കപ്പ് ചെയ്യുമ്പം. എനിക്ക് ഒരുങ്ങുമ്പം കണ്ണ് നല്ല വൃത്തിക്ക് എഴുതണം, അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ബാക്കിയൊന്നും എനിക്ക് അത്രയും നിർബന്ധങ്ങളില്ല. പക്ഷെ എൻ്റെ കണ്ണ് എനിക്ക് നല്ല ഹൈലൈറ്റായിട്ട് നിൽക്കണം. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പോലെ കണ്ണെഴുതും. കണ്ണ് താഴെയും മേളിലും ഐലിഡും ഒക്കെ എഴുതി. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. ഇത് 2 എണ്ണം ഉണ്ട്. ഒന്ന് നീളത്തിൻ്റേതും ഉണ്ട്, പിന്നെ വോളിയം തോന്നുന്ന രീതിയിൽ. അപ്പോൾ 2ആയിട്ടാണത് സെറ്റ് ചെയ്തേക്കുന്നത്.
ഞാൻ നീളത്തിൻ്റെ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല, വോളിയത്തിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നല്ലപോലെ നമുക്കൊന്ന് മസ്കാര ഇട്ട് കൊടുക്കാം. എൻ്റെ കണ്ണ് അങ്ങനെ എന്താണെന്നറിയില്ല, എപ്പോഴും കണ്ടെഴുതുമ്പോൾ എൻ്റെ മുഖം ഇങ്ങനെയൊക്കെ പോകും. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഉണ്ടോ ഗൈസ്? മസ്കാര ഇട്ടു. നിങ്ങളവർക്ക് ഇവളെന്നും ഇതുപോലെയാണോ ഒരുങ്ങി പോകുന്നത്? ഒരിക്കലും അല്ല. ഇതുപോലെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രമേ ഞാൻ കഴിയാറുള്ളൂ. ഇനി അടുത്ത നമുക്ക് വേണ്ടത് പൊട്ടാണ്. പൊട്ടെടുക്കാൻ വരട്ടെ. ഞാൻ പൊട്ടെടുക്കാൻ പോയപ്പോൾ ഒരാൾ ഒരുങ്ങിയൊക്കെ വന്നിട്ടാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരുക്കാൻ ഒരുക്കത്തെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരുക്കം. കേശ മുടിയൊക്കെ വെട്ടി നല്ല സുന്ദരനായി. ഞാൻ എടുക്കാം. കണ്ടോ? കഴിഞ്ഞു. എൻ്റെ ഒരുക്കം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. ഇത് കേശുവിനെ പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്, കവളത്ത് കുറി തൊട്ടിട്ടുണ്ട്. എല്ലാവർക്കും ടാറ്റ കൊടുത്തേ. എൻ്റെ ഒരുക്കം കണ്ടു. ഇനി ഒരു ഷാളും കൂടി ഇട്ടാ എൻ്റെ ഒരുക്കം കഴിഞ്ഞു. പൊട്ട് ഞാൻ ഹൈടെക്സിൻ്റെ കുഞ്ഞ് ബ്ലാക്ക് പൊട്ടാണ് തൊടുന്നത്. അതാണ് ഞാൻ എപ്പോഴും തൊടാറുള്ളത്. പണ്ട് ഞാൻ വലുതൊക്കെ തൊടുമായിരുന്നേ. പിന്നെ എൻ്റെ മനസ്സ് ചെറുതിലേക്ക് ഒതുങ്ങി വന്നു ഗൈസ്. അങ്ങനെ ഞാനിപ്പം ചെറുതാണ് തൊടുന്നത്. പിരിയത്തെ ഞാനൊന്നും ചെയ്യാറില്ല. കാരണം ഞാൻ പിരിയ അങ്ങനെ എടുക്കുന്ന ഒരാളുമല്ല. അതില്ലെങ്കിൽ അതുപോലെ കല്യാണം അങ്ങനെ വലിയ എന്തെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോൾ മാത്രമാണ് പിരിയ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. കാരണം അനിയൻ്റെ താമസമല്ലേ, അപ്പോൾ അവൻ പോകുമ്പം നമ്മളതെല്ലാം അടിപൊളിയായിട്ട് പോകണ്ടേ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇതും എനിക്ക് പറയാനുണ്ട്. എനിക്ക് വേറെ 2-3 ഷെയ്ഡ് വലിയ ലിപ്സ്റ്റിക്ക് നല്ല വിലയുള്ളതും 800 രൂപയുടെയൊക്കെ വിലയുള്ളത് അപ്പോൾ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ സക്കട് പുന്നാര ചെറുക്കൻ എടുത്ത് എവിടെയൊക്കെയോ ഇട്ടിരിക്കുകയാണ്. ഇവിടെ അതുപോലും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ 2 ഷെയ്ഡ് മിക്സാണ്. ഇതും എനിക്കൊരു ഇൻഫ്ലുവൻസർ പണി തന്നെയാണ്. ഞാനൊരു ഇൻഫ്ലുവൻസറിൻ്റേത് കണ്ടിട്ട് മേടിച്ചാണ്. മാർസിൻ്റെ കുപ്സൂരത് കുച്ചിപ്പുടി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണിത്, ഷെയ്ഡാണിത്. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മച്ച് പ്രൂഫാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എല്ലാ സ്കിന്നിനും ചേരും എന്നൊക്കെ പറഞ്ഞ് അവർ പറ്റിച്ചു. എല്ലാ സ്കിൻ ടൈപ്പിനും ചേർക്കില്ല കഴിച്ച്. ഞാനിതിട്ട് കഴിയുമ്പോൾ ഒരുമാതിരി മറ്റേ ബിന്ദു പണിക്കരുടെ ഒരു സിനിമയില്ലേ, ദിലീപ് വ്യാജ ഡോക്ടറൊക്കെ ആയിട്ട്, അതിനകത്തെ പോയിരിക്കും. കാണിച്ചു തരാം. ഒരു ഓയിലി ചെയ്ത് കണ്ടോ? എനിക്കിത് ഇഷ്ടമല്ല, പക്ഷെ ഞാനിതിടും. ഇട്ടിട്ട് ഇതത്ര ബ്രാൻഡഡ് അല്ല. ഇതൊരു സ്പാർക്ക് മേറ്റ് റൊമാൻറ്റിക് ബേർഡ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ്. ഇത് ചെറിയ പൈസയ്ക്ക് ഞാൻ മേടിച്ചു. അത്ര വലിയ ബ്രാൻഡൊന്നുമില്ല, തീരാറായി. ഇത് ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും കൂടെ ഞാൻ മിക്സപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഷെയ്ഡ് കിട്ടും. കണ്ടോ? ഖൂബ്സൂരത് കുച്ചിപ്പുടി ഇതോടെ മിക്സ്. 2 കളർ വെച്ച് മിക്സ് ചെയ്യാനാണെങ്കിൽ ഖൂബ്സൂരത് കുച്ചിപ്പുടി അടിപൊളിയാണ്. നമുക്കൊരു ന്യൂഡ് ഷെയ്ഡ് ഫീൽ കിട്ടുന്ന ഒരു കളറ് അതിനകത്തുനിന്ന് വരും. അല്ലെങ്കിൽ കൊള്ളത്തില്ല, തുറന്നു പറയാം. അത് മാത്രമേ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ചേരുമായിരിക്കും. ഇങ്ങനെ എൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. ഉപയോഗിക്കുന്നവരും കാണും നല്ലപോലെ. അത്ര സ്മച്ച് പ്രൂഫൊന്നുമല്ല കേട്ടോ, പടരും. അതുകൊണ്ടാണ് സ്മച്ച് പ്രൂഫ് എന്നൊക്കെ ഏതെങ്കിലും ഇൻഫ്ലുവൻസർ പറയുന്നുണ്ടെങ്കിൽ കാശ് നിങ്ങൾ വിശ്വസിക്കരുത്. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അതുകൊണ്ട് ഞാനിതൊക്കെ മേടിച്ച് പറ്റിക്കപ്പെടും. അപ്പം ലിപ്സ്റ്റിക്ക് ഇട്ടു, കണ്ണെഴുതി, പൊട്ട് തൊട്ടു. ഇനി നമുക്ക് മെയിൻ സാധനം കുങ്കുമം. ഞാൻ ശിങ്കാറിൻ്റെ കുങ്കുമമാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതിന് പൊതുവെ നല്ല കളറുണ്ട്. നോക്കിയിട്ട് ഇങ്ങനെ അത്ര കുങ്കുമവും തൊട്ടു. ഇനി നമുക്ക് ആകെയുള്ളതുണ്ട് മുടി സെറ്റ് ചെയ്യണം, കമ്മൽ മാലയൊക്കെ ഇടണം. മാല ഞാൻ എൻ്റെ താലിമാലയും എൻ്റെ വലിയ താലിമാലയാണ് ഇടുന്നത്, അല്ലാതെ വേറെ അഡീഷണൽ ഒന്നും ഇടുന്നില്ല. വള വേറെ വളയുണ്ട്, അതും ഇടും. ഇനി നമുക്ക് മുടിയിലാണ് കഴിച്ചിരിക്കുന്നത്. എൻ്റെ മുടിയെപ്പറ്റി പറയുകയാണെങ്കിൽ എന്ത് ചെയ്താലും മെനയാകാത്ത ഒരു മുടിയാണ് എൻ്റെ മുടി എന്ന് പറയുന്നത്. എനിക്ക് തൈറോയിഡ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ മുടി നല്ല രീതിക്ക് കൊഴിയുന്നുണ്ട്. അതേപോലെ അത്ര ഓയിലി അല്ല, ഭയങ്കര ഫ്രിസിയാണ് കേട്ടോ. എത്ര കണ്ടീഷണർ ഇട്ടെന്ന് പറഞ്ഞാലും എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അപ്പം ഞാൻ ഈ മുടിയൊന്ന് സ്റ്റൈലായിട്ട് കെട്ടിയിട്ട് വരാം. എനിക്കത് കാണിക്കാൻ അറിയത്തില്ല. നമ്മൾ മുടി കെട്ടി കേട്ടോ. എന്നൊക്കെ കാണിച്ചാലും ഞാൻ അവസാനം ഈ ഹെയർ സ്റ്റൈലിലോട്ട് തന്നെ വരും കേട്ടോ. കാണിക്കാം. ഒരു 2 ക്ലിപ്പ് കുത്തി ഒരു ചെറിയ ഇത് കാണില്ലേ ഹെയർ സ്റ്റൈൽ.
മുടിയൊക്കെ മുമ്പോട്ട് ഇട്ടിട്ട് പഠിച്ചു എന്നെ പഠിച്ചിറക്കിയിട്ട് ഞാൻ തന്നെയല്ലേ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു കുറി തൊടണം, പിന്നെ കമ്മൽ വിടണം. നമുക്കിനി കമ്മൽ തപ്പിട്ട് വരാവേ. ഞാൻ ഇടുന്നത് വേണ്ടി ഈ ഒരു കമ്മല, ഒരു കാലിലിട്ടു. നമുക്ക് അത് നോക്കിയിട്ട് കാണുന്നല്ല. ഇത്രയേ ഉള്ളൂ ഒരുക്കം. ഇനി ഷാളും കൂടെ കുത്തി ചന്ദനം കുറിച്ച് പറ്റി കഴിയുന്നുള്ളൂ. ഒരുക്കങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഷാൾ കൂടെ കുത്തി വന്നിട്ട് നിങ്ങളെ ഫൈനൽ ലുക്ക് കാണിക്കാം. കമ്മലിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ സജഷൻ ഉണ്ട്. വേണ്ട, ഞാൻ ഈ ഷാളൊക്കെ കുത്തി കമ്മൽ ചെയ്ത് കണ്ടു. ഈ ജിമ്മൊക്കെ കിട്ടി. എനിക്കത് കിട്ടി നോക്കാം. അതാണോ ഏതാണോ ഭംഗി അത് സെലക്ട് ചെയ്യാം. ഈ ധൃതിപ്പെട്ട് കഴിയുമ്പോൾ എല്ലാം ബുദ്ധിമുട്ടിലോട്ട്. ഈ കമ്മലല്ലേ അമ്മ ഭംഗി? മറ്റേനേക്കാൾ ജിമിക്കായിരുന്നു നല്ല. അമ്മയും പറഞ്ഞു കേട്ടോ ജിമിക്കാന്നല്ല. സ്വർണ്ണം ഇല്ലാഞ്ഞിട്ടല്ല, സ്വർണ്ണമൊക്കെ കാര്യം. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും സ്വർണ്ണം ഇട്ട് വലസാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? എനിക്കില്ല. ഹായ്, ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. സുന്ദരിയാണോ ഭംഗിയുണ്ടോ എന്നുള്ളത്. അമ്മയുടെ ഫൈനൽ ലുക്ക് ആയിട്ടില്ല. അമ്മ മുടി കെട്ടണം. ഞാൻ കേശൂരെ പിടിച്ചാലും അവർക്ക് മുടി ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു കെട്ടുവഴി വിത്തുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.